ഡിജിറ്റൽ ഇന്ത്യയോ? എന്തോന്ന് ഡിജിറ്റൽ ഇന്ത്യ? ഇതൊക്കെ നടക്കുന്ന കാര്യമല്ലവാണോ? ഒരിക്കൽ ഛർദ്ദിച്ചത് അതേപടി വാരി വിഴുങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലയിൽ ഇതാ ഒരു പൊൻതൂവൽ കൂടി. ബെബ്കോയുടെ പ്രീമിയം കൗണ്ടറിൽ ഇനി മുതൽ നോട്ട് എടുക്കില്ലാന്ന്. അതായത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ മാത്രം. അല്ല കമ്പികളെ, മോദിയുടെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി അമ്പെ പരാജയമാണെന്നും സാധാരണ ജനങ്ങൾക്ക് ഡിജിറ്റൽ ഇടപാടിനെ കുറിച്ച് എന്തറിയാമെന്നൊക്കെ വീമ്പിളക്കി നടന്ന ഒരു താത്വികാചാര്യ ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ പാർട്ടിയിൽ. അങ്ങനെ ഇപ്പോ താമസം കേരളത്തിൽ തന്നെയാണോ? 90% ആളുകളും അസംഘടിത മേഖലയിൽ ജീവിക്കുന്ന രാജ്യത്ത് ഡിജിറ്റൽ ആവാൻ പറ്റത്തില്ലെന്ന്. അതോ മോദിയുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷനെ കടന്നുവരവിൽ മനംനൊന്ന് രാജ്യം തന്നെ വിട്ട് ഓടിപ്പോയോ? എന്തായാലും ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ പണ്ട് പറഞ്ഞതൊക്കെയും വിഴുങ്ങിക്കളയാൻ നല്ല അടിപൊളി ക്യാപ്സൂൾ കൂടി പുറത്തിറക്കണം. അല്ലെങ്കിലേ ന്യായീകരണ സഖാക്കൾ അങ്ങ് വിയർത്തു പോകും. നല്ലൊരു ക്യാപ്സൂൾ ഞാൻ തന്നെ അങ്ങ് തരാം. മൊത്തം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആക്കി മാറ്റിക്കൊണ്ട് മൊബൈൽ പോലും ഇല്ലാത്ത പാവപ്പെട്ട ജനങ്ങളുടെ മദ്യപാനം നിർത്തലാക്കുകയും അതുവഴി പാവം വീട്ടമ്മമാരുടെ കണ്ണീരിന് ഒരു അറുതി വരുത്തി കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുവാനും വേണ്ടിയുള്ള നമ്മുടെ പിണറായി സഖാവിന്റെ ശക്തമായ ചുവടുവയ്പ്പാണ് ഈ ഡിജിറ്റലൈസേഷൻ. എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ?